അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് അസ്ലിം അസ്ലിം, ഇബ്രാഹിമേ നീ എന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ട് അത് പൂർണ്ണമായിട്ടും അനുസരിച്ച് അതിന് വഴിപ്പെട്ട് ജീവിക്കണം കേട്ടോ എന്ന കൽപ്പന അള്ളാഹുവിൽ നിന്ന് വരുമ്പോ ഇബ്രാഹിം നബി ഒരു വലിയ മനുഷ്യനല്ല. ഇബ്രാഹിം നബി കുട്ടിയായിരിക്കുമ്പോൾ, ബാലനായിരിക്കുമ്പോൾ വഹ്യ് കിട്ടിയ പ്രവാചകനാ. ലോകത്ത് ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും വഹ്യ് കിട്ടിയത് 40 വയസ്സിന് ശേഷം. എന്നാൽ ചെറുപ്പത്തിലെ വഹ്യ് കിട്ടിയ ചില പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് തൊട്ടിലിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടിയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കുട്ടിയായിരിക്കുമ്പോൾ, ബാലനായിരിക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ വഹ്യ് കിട്ടുന്നത്. ആ വഹ്യ് കിട്ടിയ സമയം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നത്, ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാതെ അത് അങ്ങനെ തന്നെ ഇബ്രാഹിം നബി പൂർത്തിയാക്കി. ഓരോ സമയത്തും അള്ളാഹ് പറഞ്ഞത് അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു, അസ്ലിം, ഇബ്രാഹിമെ നീ സമ്പൂർണമായി കീഴൊതുങ്ങ്. ഖാല, ഇബ്രാഹിം നബി, പടച്ചോനെ ഞാൻ ഒറ്റക്ക്, എന്റെ കുടുംബത്തിൽ നാട്ടുകാരൊക്കെ എതിരല്ലേ, ഞാനൊരു കുട്ടിയല്ലേ, എനിക്ക് സ്വന്തമായിട്ട് മാർഗമൊന്നുമില്ലല്ലോ, അപ്പൊ ഞാൻ ഒറ്റക്ക് ഇപ്പൊ അങ്ങനെ ആയാല് എന്താ പടച്ചോനെ ആകുക എന്നൊന്നും ആലോചിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ നിന്റെ കൽപ്പനകൾക്ക് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു, നിന്റെ കൽപ്പനകൾക്ക് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അത് വെറും വാക്കല്ല. പിന്നീട് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ കണ്ടത് ഈ വാക്കിന്റെ പ്രായോഗിക രൂപമാണ്. എന്ത് മരുഭൂമിയിൽ ഒറ്റക്ക് ഒരാൾ സഹായമില്ലാതെ കഅബാലയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യാനാ എന്ന ഒരു മറുചോദ്യമല്ല, നിർമ്മിച്ചു. ഭാര്യയെയും മകനെയും വിജനതയിൽ കൊണ്ടുപോയി തനിച്ചാക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാക്കിയാൽ അവരുടെ അവസ്ഥ എന്താവും എന്നൊരു മറുചോദ്യമില്ല. അങ്ങനെ മകനെ അറുക്കണമെന്ന് പറയുമ്പോ എന്നെ കൊണ്ടതിനാവോ, ഒരു സംശയമില്ല. മകനെയും കൊണ്ട് മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് നടക്കുക അല്ലേ? അതെ, ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹു ഇബ്രാഹിം നബിയെ ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ചു, ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിം നബി അതൊക്കെ പൂർത്തിയാക്കി. അള്ളാഹ് എന്ത് കൽപ്പിച്ചോ അതൊക്കെ പൂർത്തിയാക്കി. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിമെ നിന്നെ ഞാൻ ലോകത്തിലെ മനുഷ്യർക്ക് ഇമാമാക്കിയിരിക്കുന്നു. എന്താ ഇമാം പറഞ്ഞാല്? ഈ ലോകത്ത് ജനിക്കാൻ പോണ എല്ലാ മനുഷ്യന്മാരും, മന്ത്രിയും രാജാവും കോടീശ്വരനും സാധുവും, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ടത് ഇബ്രാഹിമിന്റെ വഴിയാണ്, മാർഗമാണ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിം നബിയെ ആ ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരിത്തിരി പോലും അനക്കമില്ലാത്ത ആദർശബോധമാണ്.